ഹായ് ഹലോ, നമ്മളിന്ന് ഗ്രീൻ ചാനലിൽ മാത്തമാറ്റിക്സ് 9th സ്റ്റാൻഡേർഡ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ 9th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഏത് ചാപ്റ്റർ ആയിരിക്കും? നമ്പർ സിസ്റ്റം വെച്ചിട്ടാണ് നമ്മുടെ ക്ലാസ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷെ നമുക്ക് ടു ദ എൻഡ് നമ്മൾ ഇനിയും വലിയ ക്ലാസ്സിലോട്ട് പോകുമ്പോഴും പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഓർത്ത് വെക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് പഠിക്കുന്നത്. പക്ഷെ ചിലപ്പോൾ മറന്നു പോകാനും ചാൻസ് ഉണ്ട്. അത് കാരണം നമുക്കൊരു നമ്പർ ലൈൻ വെച്ച് കുറച്ച് എളുപ്പത്തിൽ അത് പഠിച്ചെടുക്കാൻ നോക്കാം. അപ്പോൾ നമ്പർ ലൈൻ ഞാൻ വരയ്ക്കാം. എന്താണ് നമ്പർ ലൈൻ? വാട്ട് ഈസ് എ നമ്പർ ലൈൻ? ഇറ്റ് ഈസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് നമ്പേഴ്സ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നമ്മൾ നമ്പറിനെ അടുക്കി വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് നമ്പർ ലൈൻ. ഓക്കെ, അപ്പോൾ ഞാനൊരു സിമ്പിൾ നമ്പർ ലൈൻ വരയ്ക്കാം. ഞാനൊരു 0-ൽ നിന്നാണ് നമ്മുടെ നമ്പർ ലൈനിൻ്റെ ഒറിജിൻ. റൈറ്റ് സൈഡിലോട്ട് പോസിറ്റീവ് നമ്പേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യുന്നു, 1, 2, 3 ആൻഡ് സോ ഓൺ. ആൻഡ് ലെഫ്റ്റ് സൈഡിലോട്ട് നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട് ആൻഡ് സോ ഓൺ. ആൻഡ് ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫ്രാക്ഷൻസ് ഉണ്ട്. അങ്ങനെ ഇതാണ് നമ്മുടെ ഒരു നമ്പർ ലൈൻ എന്ന് പറയുന്നത്. അപ്പം ഈ നമ്പർ ലൈനിൽ നിന്നാണ് ഞാൻ ഈ ബേസിക്സ്, നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസിക്സ് ഈ നമ്പർ ലൈൻ വെച്ച് നമുക്കൊരു സിമ്പിളായിട്ട് പഠിച്ചു പോകാം. അതിനായിട്ട് ഞാൻ ആദ്യമേ ഈ നമ്പർ ലൈനിൽ കുറച്ച് നമ്പേഴ്സ് ഒരു ബാഗിനകത്ത് ആക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യമേ ഏതൊക്കെ ബാഗിനകത്താക്കും? ഞാൻ ആദ്യമേ വിചാരിക്കുന്നു, ഓക്കെ, 1, 2, 3, 4, 5, 6 അങ്ങനെ കുറച്ച് സംഭവത്തിനെ എടുത്തിട്ട് ഞാനൊരു ബാഗിനകത്തൊക്കെ ആക്കി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ആ നമ്പേഴ്സിന്, ആ ഒരു ബാഗിന് ഞാനൊരു ലേബിൾ കൊടുക്കുന്നു. എന്ത്? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് ലേബിൾ കൊടുക്കുന്നു. ക്യാപിറ്റൽ എൻ വെച്ച് ഞാനത് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഏതൊക്കെ നമ്പേഴ്സിനാണ് എടുത്തത്? 1, 2, 3, 4 അങ്ങനെ സോ ഓൺ. ഇതിനെ എല്ലാം കൂടെ ഞാനൊരു ബാഗിനകത്താക്കിയിട്ട് ഞാനതിനെ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വിളിച്ചു. അതിനെ ഞാൻ എൻ വെച്ച് റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, നാച്ചുറൽ നമ്പേഴ്സ്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഈ നമ്പർ ലൈനിൽ ഞാൻ അവരെ അങ്ങ് ഒഴിവാക്കി. ഓക്കെ, ഞാൻ അവരെ എടുത്ത് ബാഗിൽ ഇട്ടല്ലോ, പിന്നെ അതിൽ വെച്ചുകൊണ്ടിരിക്കേണ്ടെന്ന് വെച്ചു. എന്നിട്ട് ഞാൻ വീണ്ടും ഈ നമ്പർ ലൈൻ ഒന്ന് നോക്കി, ഞാൻ എന്തെങ്കിലും ചെയ്യണോ നമ്പർ ലൈനിൽ? നോക്കിയപ്പോൾ എനിക്ക് 0 ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ 0നെയും കൂടി ഇങ്ങനെ എടുത്തു. എന്നിട്ട് ഞാൻ 0നെ ഈ സെയിം ബാഗിൽ ആഡ് ചെയ്തു. ഈ സെയിം ബാഗിൽ ഞാൻ 0നെയും കൂടെ ആഡ് ചെയ്തു. അതിപ്പം ഞാൻ പുതിയൊരാളെ എന്തായാലും ഞാൻ ബാഗിലാക്കി. അപ്പം ഞാൻ വിചാരിച്ചു പേര് മാറ്റിയേക്കാമെന്ന്. അങ്ങനെ ഞാൻ പേര് മാറ്റിയിട്ട് അതിനെ ഹോൾ നമ്പേഴ്സ് എന്ന് വിളിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ പേര് മാറ്റിയിട്ട് 0നെയും കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ അതിനെ ഹോൾ നമ്പേഴ്സ് എന്ന് വിളിച്ചു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്ത എന്തായിരുന്നു? നമ്പർ ലൈനിലെ 1, 2, 3, 4 ആൻഡ് സോ ഓൺ നമ്പേഴ്സിനെ എല്ലാം കൂടെ ഞാനൊരു ബാഗിലാക്കിയിട്ട് അവർക്ക് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് ലേബിൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ 0 ഒറ്റയ്ക്കിരിക്കുന്നുണ്ട്, 0നെയും കൂടെ എടുത്ത് കൂടെ ചേർത്തിട്ട് ഞാനതിനെ ഹോൾ നമ്പേഴ്സ് എന്ന് വിളിച്ചു. ഞാൻ ക്യാപ്സ് ലോക്ക് W വെച്ചിട്ട് അതിനെ റെപ്രസെൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും നോക്കി, കുറച്ച് നെഗറ്റീവ് അടിച്ച് കുറച്ച് ആൾക്കാർ ഇരിപ്പുണ്ടല്ലേ, കുറച്ച് നെഗറ്റീവ് ആണ് അവർ. അപ്പോൾ അവരങ്ങ് ഒറ്റയ്ക്കിരുന്ന് നെഗറ്റീവ് അടിക്കേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ അവരെയും കൂടി ഇങ്ങനെ വിളിച്ചിട്ട് ഈ സെയിം ബാഗിലിട്ടു. ഈ സെയിം ബാഗിൽ ഞാൻ ആ നെഗറ്റീവ് നമ്പേഴ്സിനെയും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ എൻ്റെ ബാഗിൽ ആരൊക്കെയുണ്ട്? ആദ്യമേ ഞാനിട്ട കുറച്ച് പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ട്. ഏത്? 1, 2 എക്സെട്ര അങ്ങനത്തെ ഉള്ള ആൾക്കാരുണ്ട്. പിന്നെ ഞാൻ 0നെ എടുത്തിട്ടു. ഇവരെ രണ്ടുപേരും കൂടെയാണ് ഞാൻ ഹോൾ നമ്പേഴ്സ് എന്ന് വിളിച്ചത്. പിന്നെ ഇപ്പം ഞാൻ നെഗറ്റീവ് നമ്പേഴ്സിനെയും കൂടെ എടുത്തിട്ടു. ഇവരെല്ലാം കൂടെ ചേർത്ത് ഞാൻ എന്ത് വിളിക്കും? ഇൻറ്റിജേഴ്സ് എന്ന് വിളിക്കും. ഓക്കെ, ഇൻറ്റിജേഴ്സ്. അപ്പം ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നതിൽ ആരൊക്കെയുണ്ട്? പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ട്, 0 ഉണ്ട്, നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട്. ഇതാണ് ഇൻറ്റിജേഴ്സ്. അപ്പോൾ നമ്മുടെ ഇതെല്ലാം കഴിഞ്ഞോ? നമ്മുടെ നമ്പർ ലൈൻ നോക്കുമ്പോൾ നമ്പർ ലൈനിലുള്ള ആൾക്കാരൊക്കെ കഴിഞ്ഞോ? ഇല്ല, കുറച്ച് ഫ്രാക്ഷൻസ് ഒക്കെ അവിടെ ഇരിപ്പുണ്ട് അല്ലേ? 1/2, -1/2 അങ്ങനെ കുറച്ച് ഫ്രാക്ഷൻസ് ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. കുറേ ഫ്രാക്ഷൻസ് ഉണ്ട്. ഞാൻ എല്ലാത്തിനും ഇതിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അവരെയും കൂടി ഇങ്ങനെ എടുക്കാം. അവരും ഇനി ഒറ്റയ്ക്ക് ഇരിക്കേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ ഈ കൂട്ടത്തിലേക്ക് എൻ്റെ ഞാനിപ്പോൾ ലാസ്റ്റ് ഞാൻ ബാഗിന് കൊടുത്ത പുതിയ പേരെന്തായിരുന്നു? ഇൻറ്റിജേഴ്സ് എന്നായിരുന്നു. അപ്പോൾ ഞാൻ ഈ ബാഗിലേക്ക് ഇവരെയും കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ അവരെ എന്തെന്ന് വിളിച്ചു? റാഷണൽ നമ്പേഴ്സ് എന്ന് വിളിച്ചു.
എവിടെയോ കേട്ടിട്ടില്ലേ? നേരത്തെ ക്ലാസ്സിൽ എവിടെയോ ഇത് കേട്ട് പരിചയമുള്ളതായിട്ട് തോന്നുന്നല്ലോ. ഇതിനൊരു ഡെഫിനിഷനുണ്ട്. ഈ ഡെഫിനിഷൻ നമ്മൾ എപ്പോൾ ചോദിച്ചാലും നമ്മൾ മാത്സ് പഠിക്കുന്ന ഒരാൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു ഡെഫിനിഷനാണ്. ഞാൻ 9th സ്റ്റാൻഡേർഡിൽ ഇത് പഠിച്ചപ്പോൾ എൻ്റെ ടീച്ചർ ഒരു 2-3 വട്ടം പറഞ്ഞ് എൻ്റെ അടുത്ത് വേറെ എന്ത് ചോദിച്ചാലും ഞാൻ മറന്നു. പക്ഷേ ഈ റാഷണൽ നമ്പേഴ്സിൻ്റെ ഡെഫിനിഷൻ എപ്പോഴും പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ റാഷണൽ നമ്പേഴ്സിൻ്റെ ഡെഫിനിഷൻ ഒരു 2-3 ആവർത്തിയെങ്കിലും കുറഞ്ഞത് പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ കൂടെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡെഫിനിഷൻ സിമ്പിളായിട്ട് മനസ്സിലാക്കും. അപ്പോൾ ആ ഡെഫിനിഷൻ എന്താണെന്ന് ഞാൻ ഒരു വട്ടം പറയാം. റാഷണൽ നമ്പർ ഈസ് എനി നമ്പർ വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം ഓഫ് p/q വേർ p ആൻഡ് q ആൻഡ് ഇൻറ്റിജേഴ്സ് ആൻഡ് q നോട്ട് ഈക്വൽ ടു 0. കേൾക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, പക്ഷേ നോക്ക്. Rational numbers are any numbers which can be expressed in the form of p/q. p/q എന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം സച്ച് ദാറ്റ് പിയും ക്യൂവും എന്താണ്? ഇൻറ്റിജേഴ്സ് ആണ്. എന്ന് വെച്ചാൽ ഒന്നിൽ അത് 0 ആവാം, അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പേഴ്സ് ആവാം, അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സ് ആവാം. ആൻഡ് ഡിനോമിനേറ്ററായ ക്യൂ ഒരിക്കലും 0 ആവാൻ പാടില്ല. ക്യൂ ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 0. ക്യൂ ഒരിക്കലും 0 ആവാൻ പാടില്ല. ഇതാണ് ശരിക്കും നമ്മുടെ റാഷണൽ നമ്പറിൻ്റെ ഡെഫിനേഷൻ. അപ്പോൾ ഇനി എൻ്റെ കൂടെ ഒന്നും കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കണ്ട് പറയുമ്പോൾ ഒന്നുകൂടെ എളുപ്പമായിരിക്കും. എനി നമ്പർ വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം p/q വേർ p ആൻഡ് q ആർ ഇൻറ്റിജേഴ്സ് ആൻഡ് q നോട്ട് ഈക്വൽ ടു 0. ഇതാണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് റാഷണൽ നമ്പേഴ്സ്. അപ്പം എൻ്റെ ഈ ബാഗിന് ഞാൻ പുതിയതായിട്ട് റാഷണൽ നമ്പറിന് പേരിട്ടു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഓക്കെ ടീച്ചർ കുറേ ഫ്രാക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫ്രാക്ഷൻസിനെ റാഷണൽ നമ്പേഴ്സാണ്, അത് p/q ഫോമുല. പക്ഷെ ആദ്യമേ കുറച്ച് നമ്പേഴ്സ് ഉണ്ടായിരുന്നല്ലോ, 1ഉം -3ഉം. അവരെയൊക്കെ എങ്ങനെ ഈ p/q ഫോമിൽ എക്സ്പ്രസ് ചെയ്യുന്നു? അപ്പോൾ കുറച്ച് പേർക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും അല്ലേ. ഈ നമ്പേഴ്സിനെയും നമുക്ക് p/q ഫോമിൽ എക്സ്പ്രസ് ചെയ്യാം. എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ഈ 1നെ എനിക്ക് 1/1 എന്ന് എഴുതിക്കൂടെ? വിച്ച് ഈസ് ഇൻ ദ ഫോം ഓഫ് p/q അല്ലേ? ഡിനോമിനേറ്റർ 0 ആണോ? അല്ല. സോ 1 ഒരു റാഷണൽ നമ്പർ അല്ലേ? അതെ. സെയിം ഇൻ ദ കേസ് ഓഫ് -3. -3നെ എനിക്ക് എന്ത് എഴുതാം? -3/1 എന്ന് എഴുതാം. റാഷണൽ നമ്പറാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ടീച്ചർ ഇതിൻ്റെ ഇടയ്ക്കൊരു 0 നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 0നെ നമ്മൾ എങ്ങനെയാണ് റാഷണൽ നമ്പറായിട്ട് എഴുതുന്നത്? 0നെ നമ്മൾ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 0 ആണ്. എനിക്ക് 0നെ 0/1 എന്ന് എഴുതാം, ഓർ എനിക്ക് 0/27 എന്ന് എഴുതാം. അപ്പോൾ ഇതിൻ്റെ ഫോം എങ്ങനെയാണ്? p/q ഫോമിലാണ്. ഡിനോമിനേറ്റർ മാത്രമേ 0 ആവാൻ പാടില്ലാത്തേ ഉള്ളൂ. ന്യൂമറേറ്റർ 0 ആയാലും അത് റാഷണൽ നമ്പറാണ്. ഡിനോമിനേറ്റർ 0 അല്ല. സോ 0 ഈസ് അഗെയിൻ എ റാഷണൽ നമ്പർ. ഇപ്പോൾ റാഷണൽ നമ്പർ എന്താണെന്ന് നമുക്ക് കുറച്ച് ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇപ്പോൾ എനിക്ക് 10/20 എന്നൊരു റാഷണൽ നമ്പറുണ്ട്. 10/20 ഇതൊരു റാഷണൽ നമ്പറാണ്. p/q ഫോമിലാണ്. ഡിനോമിനേറ്റർ 0 അല്ല. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? 5 × 2 10 × 2 എഴുതിക്കൂടെ? 2 2 ഞാൻ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഞാനിതിനെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് 5/10 എന്ന് എഴുതി. ഇത് ഞാൻ കുറച്ച് സിംപ്ലിഫൈ ചെയ്യാൻ നോക്കാം. 5 × 1 5 × 2 ഞാൻ 5 ക്യാൻസൽ ചെയ്ത് 1/2 എന്ന് എഴുതി. സോ ഈ 10/20 ഈസ് ഈക്വൽ ടു 5/10 ഈസ് ഈക്വൽ ടു 1/2. ഇത് എല്ലാം റാഷണൽ നമ്പേഴ്സാണ്. ഇതെല്ലാം ഈക്വലാണ്. ഇതിനെയാണ് ഇക്വലൻ്റ് റാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. നമ്മൾ കോമൺ ആയിട്ടുള്ള ഫാക്ടർ വെട്ടിക്കളഞ്ഞിട്ടാണ് ഒരു സിംപ്ലിഫൈഡ് ആയിട്ടുള്ള വെർഷനിലേക്ക് എത്തിയത്. ഇതിനെ നമ്മൾ ഫ്രാക്ഷൻസ് എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ഇക്വലൻ്റ് റാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നു. ഇതിനെ എല്ലാത്തിനെയും നമ്മൾ നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് പകരം ഇതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമായ, ഇനിയും നമുക്കിതിനെ ഒരു കോമൺ ഫാക്ടർ എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു 1 അല്ലാതെ ഒരു കോമൺ ഫാക്ടർ ഈ 2 നമ്പറിനില്ല. ആ ഒരെണ്ണത്തിനായിരിക്കും നമ്മൾ നമ്മുടെ നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, ദീസ് ആർ ഇക്വലൻ്റ് റാഷണൽ നമ്പേഴ്സ് ഓർ ഫ്രാക്ഷൻസ്. ഇനി നമുക്ക് വരാൻ പോകുന്ന ഒരു പോസിബിൾ ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മുടെ ആ പോസിബിൾ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഫൈൻഡ് 5 റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 2. 1 ഒരു റാഷണൽ നമ്പർ ആണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 1 ഒരു ഇൻറ്റിജർ ആയിരുന്നു. ഓൾ ഇൻറ്റിജേഴ്സ് ആർ റാഷണൽ നമ്പർ. നമ്മൾ ആ എടുത്തിട്ട ബോക്സിൽ ഓൾറെഡി ഇൻറ്റിജേഴ്സ് ഉണ്ടായിരുന്നല്ലോ. 1 ഒരു റാഷണൽ നമ്പറാണ്. 2 ഒരു റാഷണൽ നമ്പറാണ്. ഈ 1നും 2നും ഇടയ്ക്ക് എനിക്ക് മറ്റൊരു 5 റാഷണൽ നമ്പറും കൂടെ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? ഫൈൻഡ് 5 റാഷണൽ നമ്പേഴ്സ് between 1 and 2.
ഇപ്പോൾ ഇതിന് രണ്ട് രീതിയുണ്ട്. ഒരു രീതി ടീച്ചർ ഇപ്പോൾ പറഞ്ഞു തരാം. 5. എനിക്ക് 5 റാഷണൽ നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ 5 റാഷണൽ നമ്പർ കണ്ടുപിടിക്കേണ്ടതെന്ന് ഞാൻ വിചാരിച്ചു 5 + 1 6 എടുത്തു. ഞാൻ 5 റാഷണൽ നമ്പറാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ 5 + 1 6 എടുത്തു. എന്നിട്ട് ഈ 1നെയും 2വിനെയും ഡിനോമിനേറ്റർ 6 വരുന്ന രീതിയിൽ എങ്ങനെയെങ്കിലും എനിക്ക് എഴുതാൻ പറ്റുമോ എന്ന് നോക്കാം. 1നെ എനിക്ക് എങ്ങനെ എഴുതാം? 6/6 എന്ന് എഴുതിക്കൂടെ, വിച്ച് ഈസ് 1. അതേപോലെ 2വിനെ ഞാൻ എങ്ങനെ എഴുതും? ഡിനോമിനേറ്റർ 6 വരുന്ന രീതി, എനിക്ക് 12/6 എന്ന് എഴുതാം അല്ലേ? അപ്പം ഈ 1നും 2വിനും ഇടയ്ക്കുള്ള 5 റാഷണൽ നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അത് 6/6നും 12/6നും ഇടയ്ക്കുള്ള 5 കണ്ടുപിടിച്ചാൽ പോരെ. ഇപ്പോൾ നമ്മൾ നോക്ക് 7/6, 8/6, 9/6, 10/6, 11/6. നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ 5 റാഷണൽ നമ്പറും 1നും 2വിനും ഇടയ്ക്കുള്ളതായിരിക്കും. സോ വി ഫൈൻഡ് 5 റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 2. ഇത് ചെയ്യാൻ വേറൊരു മെത്തേഡും കൂടെ ഉണ്ട്. അത് നമ്മൾ ഗ്രീൻ ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മളിന്ന് ഒരുപാട് പ്രോബ്ലംസൊക്കെ ഒരുമിച്ചിരുന്ന് സോൾവ് ചെയ്യും. ആൻഡ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാത്ത മെത്തേഡ്സൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മൾ റാഷണൽ നമ്പറിനെ കുറിച്ച് പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ടീച്ചർ എല്ലാ നമ്പേഴ്സും റാഷണൽ ആണോ? ഇനിയും വേറെ എന്തെങ്കിലും എക്സ്ട്രാ കിടപ്പുണ്ടോ? യെസ്, ഇനി നമ്പർ ലൈനിൽ കുറേ കാര്യങ്ങൾ എക്സ്ട്രാ ഉണ്ടായിരുന്നു. ഒരു റൂട്ടും കുറേ ഡെസിമൽസും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതെന്താണെന്ന് നോക്കാം. അതാണ് ഇറാഷണൽ നമ്പേഴ്സ്. എന്താണ് ഇറാഷണൽ നമ്പേഴ്സ്? ഇറാഷണൽ നമ്പേഴ്സ് റാഷണൽ നമ്പറിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. റാഷണൽ നമ്പറിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ ഒന്നുകൂടെ പറഞ്ഞേ. എനി നമ്പർ വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം ഓഫ് P/Q where P and Q are integers and Q not equal to 0. അതായിരുന്നു റാഷണൽ നമ്പേഴ്സ്. അപ്പോൾ ഇറാഷണൽ നമ്പേഴ്സ് എന്താ? ജസ്റ്റ് ഓപ്പോസിറ്റ്. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഏതൊരു നമ്പറിനെയാണോ P/Q ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത് where Q not equal to 0, അതാണ് ഇറാഷണൽ നമ്പേഴ്സ്. അപ്പോൾ നമ്പർ cannot be expressed in the form of P/Q where P and Q are integers and Q not equal to 0. ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇറാഷണൽ നമ്പേഴ്സ്. ഇറാഷണൽ നമ്പേഴ്സിന് കുറച്ച് എക്സാമ്പിൾസ് അറിയുമോ? നമ്മളൊക്കെ ഒത്തിരി കേട്ടിട്ടുള്ള ഒരാൾ ഇറാഷണൽ നമ്പറാണ്. സർക്കിളൊക്കെ വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഏരിയയും സർക്കംഫറൻസസും ഒക്കെ കണ്ടുപിടിക്കാൻ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ആളുണ്ടല്ലോ, ഒരു പയ്യൻ. യെസ്, പൈ. പൈ ഒരു ഇറാഷണൽ നമ്പറാണ്. പിന്നെ √2 ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇറാഷണൽ നമ്പർ. √3 എക്സാമ്പിൾ ഓഫ് ഇറാഷണൽ നമ്പർ. അപ്പോൾ ഉടനെ വരും, ടീച്ചർ √4 എക്സാമ്പിൾ ഓഫ് ഇറാഷണൽ നമ്പർ. √4 ഒരു ഇറാഷണൽ നമ്പർ അല്ല. കാരണം എന്താ? √4നെ എനിക്ക് എങ്ങനെ എഴുതാം? √4 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 ഒരു റാഷണൽ നമ്പറാണ്, നമ്മൾ പഠിച്ചു. റൂട്ടിനകത്ത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ വരികയാണെങ്കിൽ, അതായത് ഏതെങ്കിലും രണ്ട് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ, രണ്ട് സെയിം നമ്പറിൻ്റെ പ്രൊഡക്റ്റ് എടുക്കുന്നതിനെയാണ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. അങ്ങനെ പെർഫെക്റ്റ് സ്ക്വയർ വരികയാണെങ്കിൽ ആ ഒരു റൂട്ട് എന്തായിരിക്കും? റാഷണൽ ആയിരിക്കും. സോ √4 റാഷണൽ അല്ല. അതേപോലെ വേറൊരു റാഷണൽ അല്ലാത്തൊരു റൂട്ട് പറഞ്ഞ് √9 റാഷണൽ അല്ല. പിന്നെ കുറച്ച് ഡെസിമൽസും കൂടെ ഇറാഷണലാണ്. കുറച്ച് ഡെസിമൽസ്, എല്ലാ ഡെസിമൽസും ഇറാഷണൽ അല്ല. പക്ഷേ അത് ഏത് ഡെസിമൽസാണ് ഇറാഷണൽ, ഏത് ഡെസിമൽസാണ് റാഷണൽ എന്നുള്ളത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ എവിടം വരെ പഠിച്ചു? ആദ്യമേ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിൽ തുടങ്ങി. ഏതൊക്കെയായിരുന്നു? 1, 2, 3 എക്സെട്ര. പിന്നെ നമ്മൾ 0നെ ആഡ് ചെയ്തു ഓൾ നമ്പേഴ്സ്. നെഗറ്റീവ് നമ്പേഴ്സിനും കൂടെ ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? ഇൻറ്റിജേഴ്സ് കിട്ടി. പിന്നെ നമ്മൾ P/Q ഫോമിൽ വിച്ച് Q നോട്ട് ഈക്വൽ ടു 0 ആ സംഭവം കൂടെ ആയിട്ട് നമുക്ക് റാഷണൽ നമ്പർ കിട്ടി. ഇപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? പുതിയൊരാളെ പഠിച്ചു, ഇറാഷണൽ നമ്പേഴ്സിനെ പഠിച്ചു. അപ്പോൾ ഇവരെ നമ്മൾ നമ്മുടെ ബാഗിനകത്ത് ആക്കിയിട്ടുണ്ടായിരുന്നോ? ഇല്ല. റാഷണൽ നമ്പേഴ്സിന് പേരിട്ടിട്ട് നമ്മൾ ആ ബാഗ് അവിടെ മാറ്റി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഞാൻ റാഷണൽ നമ്പേഴ്സിനെ Q കൊണ്ടായിരുന്നു റെപ്രസെൻറ്റ് ചെയ്തത്, ക്യാപിറ്റൽ Q. അപ്പോൾ ഞാൻ ആ കൂട്ടത്തിലേക്ക് ഈ ഇറാഷണൽ നമ്പേഴ്സിനെയും കൂടെ ഞാനങ്ങ് ചേർത്തു ആ ബാഗിലേക്ക്. ഓക്കെ, എന്നിട്ട് ഞാൻ ബാഗിന് പുതിയൊരു പേരങ്ങിട്ടു, റിയൽ നമ്പേഴ്സ് എന്ന്. ഏറ്റവും വലിയ ആൾക്കാരാണ് റിയൽ നമ്പേഴ്സ്. എല്ലാവരും ഉണ്ട്. നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്ത മൊത്തം ആൾക്കാരും റിയൽ നമ്പേഴ്സിൻ്റെ ഭാഗമാണ്. എന്തുകൊണ്ടിപ്പോൾ റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പറും എല്ലാവരും കൂടെ ചേർന്നിട്ട് നമുക്ക് റിയൽ നമ്പേഴ്സ് കിട്ടി. ഇതിനെ ഞാൻ R എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, R. പിന്നെ നമ്മൾ ആദ്യം ഒരു നമ്പർ ലൈൻ വരച്ചില്ലേ? നമ്പർ ലൈൻ വരച്ച ഓർമ്മയില്ലേ?
നമ്മുടെ ഈ എല്ലാ റിയൽ നമ്പേഴ്സിനും ഈ ഒരു നമ്പർ ലൈനിൽ ഒരു യുണീക്ക് പൊസിഷൻ കാണും. ഇപ്പോൾ 2 ഒരു റിയൽ നമ്പറാണ്. 2വിൻ്റെ പൊസിഷൻ 2വിന് മാത്രമേ കിട്ടത്തുള്ളൂ. ആ ഒരു പൊസിഷനിൽ വേറൊരു നമ്പറിനെ വന്ന് പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല, വേറൊരു റിയൽ നമ്പറിന് ഇരിക്കാൻ പറ്റില്ല. അതേപോലെ ഈ നമ്പർ ലൈനിലെ ഓരോ പൊസിഷനും ഓരോ യുണീക്ക് ആയിട്ടുള്ള നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഈ നമ്പർ ലൈനെ എന്ത് പറയുന്നത്, റിയൽ നമ്പർ ലൈൻ എന്ന് പറയുന്നത്. കാരണം എവറി റിയൽ നമ്പർ ഹാസ് എ യുണീക്ക് പൊസിഷൻ ഇൻ ദ നമ്പർ ലൈൻ ആൻഡ് എവറി പോയിന്റ് ഓഫ് ദ നമ്പർ ലൈൻ റെപ്രസെൻ്റ് എ യുണീക്ക് റിയൽ നമ്പർ. അതുകൊണ്ട് നമ്മളിതിനെ റിയൽ നമ്പർ ലൈൻ എന്ന് പറയുന്നു. അപ്പം റൂട്ട് എന്തായിരുന്നു, ഒരു ഇറാഷണൽ നമ്പർ ആയിരുന്നു. റൂട്ട് ഒരു റിയൽ നമ്പറാണോ? ആണോ? ആണ്. കാരണം എല്ലാവരും ചേർന്ന ആളാണല്ലോ റിയൽ നമ്പർ. അപ്പോൾ റൂട്ട് ഒരു റിയൽ നമ്പർ അല്ലേ? അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ വരും, ടീച്ചറെ ഈ ഒരു നമ്പർ ലൈനിൽ എങ്ങനെയായിരിക്കും റൂട്ടുവിനെ ഇടുക, റൂട്ട് എങ്ങനെ ഇടേണ്ടതെന്ന് മനസ്സിലായില്ലല്ലോ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് റൂട്ടുവിനെ നമ്പർ ലൈനിൽ ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാമിന് പോസിബിളി വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് റെപ്രസെൻറ്റ് √2 ഓൺ റിയൽ നമ്പർ അല്ലെങ്കിൽ √3 ഓൺ റിയൽ നമ്പർ. വലിയ റൂട്ട്സ് ഒന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല, ബട്ട് ചെറിയ റൂട്ട്സൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമാണ്. എൻ്റെ ഒരു നമ്പർ ലൈൻ ഞാൻ വരച്ചു. 0 1 2 ഇങ്ങോട്ടും ഉണ്ട്, -1 -2. അപ്പം എനിക്ക് എന്ത് ചെയ്യണം, √2നെ നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ വേറൊരു സംഭവം പറയുകയാണ്. നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു തിയറം ഉണ്ട്, പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പൈതഗോറസ് തിയറത്തിൽ നമ്മൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണല്ലേ. ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു ലെങ്തേഴ്സ് സൈഡിനെയാണ് നമ്മൾ ഹൈപ്പോട്ടന്യൂസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ലെങ്തേഴ്സ് സൈഡ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പോൾ ഞാൻ ഈ ഒരു ലെങ്തേഴ്സ് സൈഡ് A സെൻറ്റിമീറ്റർ ആണ്, ബാക്കി 2 സൈഡ് B സെൻറ്റിമീറ്ററും C സെൻറ്റിമീറ്ററും ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഈ പൈതഗോറസ് തിയറം പറയുന്നത് എന്താണ്? A² ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു സം ഓഫ് സ്ക്വയർ ഓഫ് അതേഴ്സ് 2 സൈഡ്സ്. മറ്റ് 2 സൈഡ് എടുക്കുക, സ്ക്വയർ ചെയ്യുക, അതിൻ്റെ സം കാണുക. ദാറ്റ് ഈസ് B² + C². ഇതാണ് വാട്ട് വി കോൾഡ് ആസ് പൈതഗോറസ് തിയറം. ഓക്കെ, ഈ പൈതഗോറസ് തിയറം വെച്ചിട്ടാണ് നമ്മൾ √2നെ നമ്മുടെ നമ്പർ ലൈനിൽ ലൊക്കേറ്റ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ ഒരു സ്ക്വയർ എടുക്കുകയാണ്. അതിൻ്റെ എല്ലാ സൈഡും 1 യൂണിറ്റ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ലെറ്റ്സ് സേ 1 സെൻറ്റിമീറ്റർ. സ്ക്വയർ എടുത്തു, 1 1 1 1, എല്ലാ സൈഡും 1 സെൻറ്റിമീറ്റർ ആണ്. എന്നിട്ട് നമുക്കറിയാം സ്ക്വയേഴ്സിൻ്റെ എല്ലാ ആംഗിൾസും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഡയഗണൽ കാണാൻ പോവാം. ഇത് 1 ആണ്, ഇത് 1 ആണ്, ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാമല്ലോ. അപ്പോൾ ഇത് കാണാനായിട്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഈ സ്ക്വയറിന് OABC എന്ന് പേര് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് OB കാണാനായിട്ട് ഞാൻ എന്ത് ചെയ്യും? OB² ഈസ് ഈക്വൽ ടു OA² + AB² അല്ലേ. സോ OB ഈസ് ഈക്വൽ ടു √of OA എത്ര? 1. 1² എത്ര? 1. ഇവിടെ 1² എത്ര? 1. സോ √2 എന്ന് കിട്ടും. അപ്പോൾ ഇതെനിക്ക് √2 ആണെന്ന് കിട്ടിയല്ലോ. സോ ദിസ് ഈസ് √2. ഈ ഡയഗണൽ √2 ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു സ്ക്വയർ വരച്ചു. ഈ സ്ക്വയറിനെ ഞാൻ നേരെ എടുത്തിട്ട് എൻ്റെ നമ്പർ ലൈനിൽ കൊണ്ടുചെന്ന് പ്ലേസ് ചെയ്യും. എവിടെ? O0 ആയിട്ട് വരുന്ന രീതിയിൽ ഞാൻ പ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ എൻ്റെ ABC ഇവിടെ √2 ആണ് നമ്മൾ കണ്ടുപിടിച്ചു ഡയഗണൽ. 1 യൂണിറ്റ് ആയിരുന്നല്ലോ നമ്മൾ എടുത്തത്. അപ്പോൾ കറക്റ്റ് നമ്പർ ലൈനിൽ ഈ A 1ൻ്റെ അവിടെ വരും. ഓക്കെ, എന്നിട്ട് എനിക്ക് എന്താണ് ലൊക്കേറ്റ് ചെയ്യേണ്ടത്? √2 ലൊക്കേറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ 0 കോമ്പസ് എടുത്തിട്ട് 0 സെൻറ്ററും ഈ √2 എന്ന് പറയുന്ന OB റേഡിയസും ആയിട്ട് എടുത്തിട്ട് ഞാനൊരു സർക്കിൾ വരയ്ക്കുന്നു. ആ സർക്കിള് നമ്മുടെ നമ്പർ ലൈനിൽ ഏത് പോയിന്റിലാണോ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് ആ പോയിൻ്റ് ആയിരിക്കും √2. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ √2 നമ്പർ ലൈനിൽ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തൊരിതെന്ന് പറഞ്ഞാൽ √3 എങ്ങനെ ലൊക്കേറ്റ് ചെയ്യും? √3 ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ സിമ്പിൾ. ഈ √2 ഇല്ലേ, ഈ √2 എന്ന് പറയുന്ന ലൈനിന് പെർപെൻഡിക്കുലറായിട്ട് 90 ഡിഗ്രി വരുന്ന രീതിയിൽ 1 സെൻറ്റിമീറ്റർ ലെങ്തുള്ള മറ്റൊരു ലൈൻ നിങ്ങൾ വരയ്ക്കുക. അവിടെ വീണ്ടും നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുന്നു. ഇവിടെ √2 ആണ്, ഇവിടെ 1 സെൻറ്റിമീറ്റർ ആണ്. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പം ലെറ്റ് ഇറ്റ് ബി D. OD എത്ര ആണെന്ന് കിട്ടും? √3 ആയിട്ട് കിട്ടും. അങ്ങനെ ഈ O സെൻറ്ററും
√3 റേഡിയസും ആക്കി വെച്ചിട്ട് ഒരു സർക്കിൾ വരയ്ക്കുമ്പോൾ അത് നമ്പർ ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് എത്രയായിരിക്കും? √3 ആയിരിക്കും. ഇങ്ങനെയാണ് നിങ്ങൾ റൂട്ട്സിനെ, സ്ക്വയർ റൂട്ടിനെ നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് പഠിച്ചു, ഹോൾ നമ്പേഴ്സ് പഠിച്ചു, ഇൻറ്റീജേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ്, റാഷണൽ നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സ്. അതിൽ ഒരു റിയൽ നമ്പറിനെ, ഒരു റൂട്ട് എന്ന് പറയുന്ന ഒരു റിയൽ നമ്പർ വിച്ച് ഇസ് ഓൾസോ റാഷണൽ, നമ്മളതിനെ നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നവരെ പഠിച്ചു. നമുക്കറിയാം there are infinitely many rational numbers between two numbers. രണ്ട് റാഷണൽ നമ്പറിൻ്റെ ഇടയ്ക്ക് ഇൻഫിനിറ്റ്ലി കുറേ റാഷണൽ നമ്പേഴ്സും ഉണ്ട്, അതേപോലെ അതിൻ്റെ ഇടയ്ക്ക് കുറേ ഇറാഷണൽ നമ്പേഴ്സും കിടപ്പുണ്ട്. നമ്മളെല്ലാത്തിനെയും കൂടെ ചേർത്ത് റിയൽ നമ്പർ എന്ന് വിളിച്ചു. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം കൂടെ നിങ്ങൾക്ക് ഓർത്തിരിക്കാം. അപ്പോൾ കുറേ നമ്പേഴ്സ് പറഞ്ഞു, ടീച്ചർ കുറേ പറഞ്ഞു, അപ്പോൾ എനിക്ക് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ട്. എന്നോടായാൽ പോലും പെട്ടെന്ന് അയ്യോ നാച്ചുറൽ നമ്പേഴ്സിൽ 0 ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഐ വിൽ ഗോട്ട് കൺഫ്യൂസ്ഡ്. അതിന് ഞാനൊരു ടേബിൾ വരയ്ക്കാം. ആ ടേബിൾ നിങ്ങൾ ഓർത്തിരുന്നാൽ ഇറ്റ് വുഡ് ബി മോർ സിമ്പിൾ. ഓക്കെ, അപ്പം ഇതുവരെ പഠിച്ച ക്ലാസ്സിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ളൊരു റിവിഷനും കൂടാണ് ഈ ലാസ്റ്റ് വരയ്ക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യമേ എടുത്ത എന്തായിരുന്നു? 1, 2, 3 എക്സെട്ര പോലുള്ള കാര്യങ്ങളായിരുന്നു. അവയെ ഞാൻ എന്തായിരുന്നു വിളിച്ചത്? നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ? ഏതായിരുന്നു? 1, 2, 3 ആൻഡ് സോ ഓൺ. ഈ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂടെ ഞാൻ പിന്നെ വേറൊരാളെയും കൂടെ ആഡ് ചെയ്തു. ആരെ? 0യെ. എന്നിട്ട് ഞാൻ ഇവരെ രണ്ടുപേരെയും കൂടെ വിളിച്ച പേരെന്തായിരുന്നു? എന്തായിരുന്നു? ഹോൾ നമ്പേഴ്സ്. ഈ ഹോൾ നമ്പേഴ്സിൻ്റെ കൂടെ ഞാൻ നെഗറ്റീവ് നമ്പേഴ്സിനെയും കൂടെ ആഡ് ചെയ്തു അല്ലേ? കുറച്ച് നെഗറ്റീവ് അടിച്ചിരുന്ന ആൾക്കാരുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആഡ് ചെയ്തില്ലേ? അവരെയും കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ ഇവരെ വിളിച്ച പേരെന്താണ്? ഇൻറ്റിജേഴ്സ്. അപ്പോൾ ഈ ഇൻറ്റിജേഴ്സിൽ ആരൊക്കെയാണുള്ളത്? പോസിറ്റീവ് നമ്പേഴ്സ്, നെഗറ്റീവ് നമ്പേഴ്സ് ആൻഡ് 0. ഈ ഇൻറ്റിജേഴ്സിൻ്റെ കൂടെ ഞാൻ പിന്നെ ഫ്രാക്ഷൻസും കൂടെ ചേർത്തു അല്ലേ? ഫ്രാക്ഷൻസ്, P/Q ഫോമിലുള്ള ഫ്രാക്ഷൻസ് പേർ P and Q ആർ ഇൻറ്റിജേഴ്സ് ആൻഡ് Q not equal to 0. എന്നിട്ട് ഞാൻ ഇവരെ വിളിച്ചത് എന്തായിരുന്നു? റാഷണൽ നമ്പേഴ്സ്. ഓക്കെ, റാഷണൽ നമ്പേഴ്സ്. ഈ റാഷണൽ നമ്പേഴ്സ് കൂടാതെ നമ്മൾ വേറൊരു ആൾക്കാരെയും കൂടെ പറഞ്ഞായിരുന്നു. ഏത്? ഇറാഷണൽ നമ്പേഴ്സ്. ഇവരെ എല്ലാവരെയും കൂടെ എടുത്തിട്ട് ഞാൻ പറഞ്ഞ പേരെന്താ? റിയൽ നമ്പേഴ്സ്. സോ ഇതാണ് ഏറ്റവും വലുത്. സോ ദിസ് ഈസ് റിയൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3 എക്സെട്ര, ദെൻ 0, ഹോൾ നമ്പേഴ്സ്, അത് നെഗറ്റീവ് നമ്പേഴ്സും കൂടെ ചേരുമ്പോൾ ഇൻറ്റീജേഴ്സ്, പിന്നെ ഫ്രാക്ഷൻസ്, റാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ് ആൻഡ് റിയൽ നമ്പേഴ്സ്. അപ്പോൾ ഞാൻ പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. 0 ഈസ് എ നാച്ചുറൽ നമ്പർ ആണോ? 0 ഒരു നാച്ചുറൽ നമ്പറാണോ? നോക്ക്, നാച്ചുറൽ നമ്പേഴ്സിൽ 0 ഇല്ല. 0 ഒരു ഓൾ നമ്പറാണ് അല്ലേ? ഈസ് ഓൾ റാഷണൽ നമ്പേഴ്സ് ആർ റിയൽ നമ്പേഴ്സ്. എല്ലാ റാഷണൽ നമ്പേഴ്സും റിയൽ നമ്പറാണോ? ആണ്. എല്ലാ റാഷണൽ നമ്പേഴ്സും റിയൽ നമ്പേഴ്സാണ്. അപ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കും, ഓൾ റിയൽ നമ്പേഴ്സ് ആർ റാഷണൽ നമ്പേഴ്സ് ആണോ? തെറ്റാ. കാരണം എന്താ? ഈ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന കൂട്ടത്തിൽ ഞാൻ ഇറാഷണൽ നമ്പേഴ്സിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ അത് തെറ്റാ. അപ്പം ഇതാണ് നമ്മുടെ ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് സെഷൻ. ഇത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത സെഷൻ ഞാൻ പറഞ്ഞിരുന്നു, ഈ ഡെസിമൽസിനെ എടുക്കുമ്പോൾ കുറച്ച് ഡെസിമൽസ് എന്തായിരുന്നു? ഇറാഷണൽ ആയിരുന്നു, കുറച്ച് ഡെസിമൽസ് റാഷണൽ ആയിരുന്നു. അപ്പോൾ ഏതൊക്കെയാണ് റാഷണൽ, ഏതൊക്കെയാണ് ഇറാഷണൽ എന്ന് അതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ വെച്ചിട്ട്, ഒരു ഡെസിമൽ എക്സ്പാൻഷൻ വെച്ചിട്ട് ഒരു റിയൽ നമ്പർ റാഷണൽ ആണോ ഇറാഷണൽ ആണോ എന്ന് കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ അടുത്ത സെഷനിൽ നോക്കുക. സോ അപ്പോൾ അത് അടുത്ത സെഷനിൽ നമുക്ക് ഡീൽ ചെയ്യാം. താങ്ക് യു.